പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. സാത്താൻ പുതിയ തന്ത്രങ്ങളുമായി ദൈവമക്കളെ എങ്ങനെ വഴിതെറ്റിക്കാമെന്ന് കരുതി അലറുന്ന സിംഹത്തെ പോലെ പുതിയ തന്ത്രങ്ങളുമായി അലഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സദാ ജാഗരൂകരായിരിക്കാം. അല്ലെങ്കിൽ അവൻ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും സാത്താൻ നമ്മളെ അടിമപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യം മുതൽ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരോ, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവരിക, കല്ലെറിഞ്ഞു കൊള്ളണമെന്നാണ് നിയമം. പക്ഷെ എന്നിരുന്നാലും ഈ ക്രിസ്തുവിനെ ഒന്ന് വീഴ്ത്താൻ വേണ്ടി ഒരു കുതന്ത്രം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അതിൽ ഉദ്ദേശശുദ്ധിയൊന്നുമില്ല. ക്രിസ്തുവിനെ ട്രാപ്പ് ചെയ്യാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ക്രിസ്തു പറയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളവർ മുതൽ പ്രായം കുറഞ്ഞവർ വരെ കല്ലുകൾ താഴെയിട്ട് തിരിച്ചുപോയി. അപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ഇന്നത്തെ നമ്മുടെ സമകാലിക പ്രശ്നങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഈ കല്ലെറിയൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മാധ്യമ വിചാരണ ചെയ്യുകയും നാട്ടിലത്തെ എല്ലാവരും അതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയുകയും അയാൾക്ക് അത് തന്നെ വേണം, ദുഷ്ടൻ എന്നൊക്കെ പറഞ്ഞ് അയാളെ ശപിക്കുകയും വിധിക്കുകയും as if we are all perfect. ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ഒരു സ്ത്രീയെ അല്ലെങ്കിൽ വേറൊരു പുരുഷനെ കാമവിചാരത്തോടെ ഒന്ന് നോക്കിയാൽ നീ മനസ്സിൽ വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ആ ഒരു സ്റ്റാൻഡേർഡ്
ആ ഒരു യാർഡ് സ്റ്റിക്ക്, ആ ഒരു അളവുകോൽ വെച്ച് നോക്കിയാൽ നമ്മൾക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ? ക്രിസ്തു പോലും കുറ്റം വിധിച്ചില്ല. ആ വ്യഭിചാരിണിയായ സ്ത്രീയെ മനുഷ്യര് മുഴുവൻ കുറ്റം വിധിച്ചപ്പോഴും ക്രിസ്തു കുറ്റം വിധിച്ചില്ല. അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. നമ്മൾ ആ ക്രിസ്തുവിൻ്റെ അനുയായികളാണ് എന്ന കാര്യം ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിനെ ഈ പരദൂഷണമെന്ന കെണിയിൽ, അന്യരെ വിധിക്കുക എന്ന കെണിയിൽപ്പെടുത്തി സാത്താൻ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കണം. വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപട നാട്യക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും. നമ്മളിൽ തന്നെ ഒത്തിരി കുറവുകളുള്ളപ്പോൾ മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അങ്ങനെ ഇനിയിപ്പോ എല്ലാം കൊണ്ടും അവന് വിധിക്കപ്പെടാൻ അത്രയും മാരകമായ പാപം ചെയ്ത ഒരുത്തനാണെങ്കിൽ കൂടി അവന് വിധിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ഗുണം? കർത്താവിൽ നിന്ന് അകന്നു പോവുക എന്നതല്ലാതെ, മനസ്സിൽ കുറച്ച് ഭാരം ഏറ്റിവെക്കുക എന്നല്ലാതെ, നമ്മളൊന്ന് വിമർശിച്ചത് കൊണ്ടൊന്നും ഇവിടെ വല്ലതും സംഭവിക്കുമോ? നമുക്ക് എന്ത് ഗുണമാണുള്ളത്? അപ്പോ ഈ വക കെണികളിൽ നിന്നൊക്കെ നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ ജീവിതത്തിന് ഇത് ബാധിക്കുന്നില്ല. എപ്പോഴും 2 ചോദ്യങ്ങൾ തന്നെത്താൻ ചോദിക്കുന്നത് നന്നായിരിക്കാം. എനിക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? നമുക്കൊന്നും അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഇടപെട്ടിട്ട് കാര്യമില്ല, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ന്യൂസ് നമ്മൾ കണ്ടമാനമൊക്കെ കേട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വന്ന് അത് അടിഞ്ഞുകൂടുകയും അത് നമ്മുടെ പറച്ചിലുകളായി അത് നമ്മിൽ നിന്ന് പുറത്തു വരും. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുള്ളത് വളരെ സൂക്ഷിച്ചു വേണം. നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടതയും മ്ലേച്ഛതയും നമ്മൾ നിറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് അത് തന്നെ വരും. അതേസമയം നമ്മുടെ ഉള്ളിൽ വചനാധിഷ്ഠിതമായ കാര്യങ്ങളാണ് നമ്മൾ നിറയ്ക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിറയ്ക്കുന്നതെങ്കിൽ അതും നമ്മുടെ അധരത്തിൽ നിന്ന് അതുപോലുള്ള മഹത്തായ കാര്യങ്ങളായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഫിൽട്ടർ സൃഷ്ടിക്കണം. എന്താണ് നമ്മൾ കാണുന്നത്, എന്താണ് നമ്മൾ കേൾക്കുന്നത്, അത് ക്രിസ്തുവിന് നിരക്കുന്ന കാര്യങ്ങളാണോ എന്ന ഒരു ഫിൽട്ടർ. അതുപോലെ അനുദിനം ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ, ഒരു ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നാം മറ്റുള്ളവരുടെ കുറവുകളെക്കാൾ അധികം നമ്മുടെ ഉള്ളിലെ കുറവുകളെ നമ്മൾക്ക് തന്നെ മനസ്സിലാവുകയും അവ മാറ്റുവാനുള്ള
പരിശ്രമങ്ങൾക്കായി അല്ലെങ്കിൽ ശക്തിക്കായി നമുക്ക് കർത്താവിനോട് എളിമയോടെ പ്രാർത്ഥിക്കുവാനും സാധിക്കും. നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അതുപോലെ സ്വന്തം കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ അന്യന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ സാധിക്കും? ഈ ഒരു തിരിച്ചറിവിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. സാത്താന്റെ കുതന്ത്രങ്ങളിൽ വീഴാതെ പരിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ട കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.